വളരെ രസകരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. പണ്ട് കാലത്ത് നമ്മൾ ഈ IAS-കാരായിട്ടുള്ള ആളുകൾ ഒരു മലയാറ്റൂർ രാമകൃഷ്ണൻ ഒരു പുസ്തകം എഴുതി. അദ്ദേഹം അതിനകത്ത് ചില സർവീസ് സ്റ്റോറിയൊക്കെ എഴുതിയപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു. അൽഫോൺസ് കണ്ണന്താനം വലിയ കലഹക്കാരനായിരുന്നു. നാലകത്ത് സൂപ്പിയോടൊക്കെ കലഹം ഉണ്ടാക്കി. ആ സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നത്. ഒരു സെമിനാറിൽ വെച്ച് കടയ്ക്കലം, തിരുവനന്തപുരം ജില്ലയിലെ കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ വ്യാപാരി വ്യവസായികളുടെ ഒരു CPM അനുകൂല വ്യാപാരി വ്യവസായ സംഘടന അതിൽ നിന്ന് പിരിഞ്ഞ് അവർ സ്വതന്ത്രമായൊരു സംഘടന ഉണ്ടാക്കി. അങ്ങനെ 10,000-3000 ആളുകൾ പങ്കെടുത്ത വലിയൊരു സമ്മേളനം കടയ്ക്കൽ പഞ്ചായത്തിൽ സ്കൂളിൽ വെച്ച് നടന്നു. വലിയ സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ അന്ന് ഉദ്ഘാടനം അൽഫോൺസ് കണ്ണന്താനവും അവർകളും ഞാൻ മുഖ്യ പ്രഭാഷണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പരിചയമുള്ള ആളല്ല. അവിടെ വെച്ച് എൻ്റെ പ്രഭാഷണമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അന്ന് ആ കാലത്ത് വലിയ വിവാദങ്ങൾ സർക്കാരിനെതിരെയൊക്കെ തുറന്നടിക്കുന്നതിൽ, എഴുതുന്നതിൽ, അന്ന് ഈ ചാനലുകൾ ഇത്രയും ഇല്ല സോഷ്യൽ മീഡിയയിൽ, എങ്കിലും കഴിയുന്ന നിലയിൽ സർക്കാരിൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്യുന്നതിൽ വലിയ ഒരു മുന്നേറ്റം കൊണ്ടുവന്ന ആളാണ് അൽഫോൺസ് കണ്ണന്താനം. പിന്നെ ജനശക്തി എന്നൊരു സംഘടന തന്നെ ഉണ്ടാക്കി. ഡൽഹിയിൽ പോയി അഴിമതിക്കെതിരെ വലിയ കുരിശുയുദ്ധം നടത്തി. അവിടുത്തെ കെട്ടിടങ്ങൾ ഇടിച്ചു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ജനശക്തിയൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ IAS ആരൊന്നും അങ്ങനെ ഇല്ല. എല്ലാവരും വിനീതരായി സർക്കാരിൻ്റെ കൂപ്പ് കൈയോടുകൂടി റിട്ടയർ ആകുമ്പോൾ, ഇപ്പം നമ്മൾ എബ്രഹാമിനെ പോലെ, TK ജോസിനെ പോലെ, മറ്റ് പലരെയും പോലെ റിട്ടയർ ആകുമ്പോൾ, നമ്മൾ ലോകനാഥ് മെഹ്റയെ പോലെ, അതുപോലെ തന്നെ വിശ്വാസ് മേത്തയെ പോലെ റിട്ടയർ ആകുമ്പോൾ വല്ലതും തരണേ സാറേ എന്ന് പറഞ്ഞ് സാഷ്ടാംഗ പ്രണാമം നടത്തി അങ്ങനെ നിൽക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന IAS-കാരെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ അടുക്കള സർവീസാണെന്നൊക്കെ പറഞ്ഞ് കണ്ണന്താനം ഇതിനെ വിമർശിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ പിന്നെ പൂമുഖത്തോടല്ല ഇവർ പോകുന്നത്, അടുക്കളയിൽ കൂടെയാണ്, മന്ത്രിയുടെ വീട്ടിലൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ് മന്ത്രിമാരുടെ വലിയ പ്രശ്നം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞു. ആ ഒരു ഘട്ടം കഴിഞ്ഞു. പിന്നെ വന്നപ്പോൾ ഒരു പ്രശാന്ത് പുറത്ത് വന്നു, ഒരു DGP ആയിട്ട്. പിന്നെ എല്ലാവരും റിട്ടയർ ആയതിനു ശേഷമുള്ള കളിയാണ്. സർവീസിലിരുന്നുള്ള കളിയില്ല, ആരുമില്ല. റിട്ടയർ ജേക്കബ് തോമസ് റിട്ടയർ ആയതിനു ശേഷം പുസ്തകം എഴുതി. ഒരുപാട് പേര് പുസ്തകം എഴുതി. മോഹൻദാസ് പുസ്തകം എഴുതി. പുസ്തകം എഴുത്തിൻ്റെ പ്രളയം. റിട്ടയർ ആവുക, ഒരു പുസ്തകം എഴുതുക, അതിനകത്ത് കുറച്ച് പൊടിപ്പും മസാലയും കാര്യങ്ങളും സർക്കാർ സംവിധാനമൊക്കെ തെറ്റാണെന്ന് പറയുക, അതങ്ങ് വിൽക്കുക, കുറേ വിറ്റ് പോകും. പിന്നെ ഈ സെലിബ്രിറ്റികളായതുകൊണ്ട്, IAS-കാരൊക്കെ ആയതുകൊണ്ട് ചാനലുകളൊക്കെ കുറേ വാർത്തകൾ കൊടുക്കും, അവരുടെ പുസ്തകങ്ങൾ വിറ്റ് പോകും. പിന്നെ അവർക്കൊരു നെറ്റ്വർക്കൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ സെലിബ്രിറ്റി മോഡുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവരെ താഴോട്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെല്ലാം ആ ഒരു വാഴ്ത്തുപാട്ടൊക്കെ പാടും. അങ്ങനെ വാഴ്ത്തുപാട്ടെല്ലാം പാടി IAS-കാർക്ക് അങ്ങനെ പുസ്തകമൊക്കെ വിറ്റ് പോകുന്ന കഥകളുണ്ട്. പിന്നെ ഞാനൊരു തമാശ തന്നെ പറയാം. ഞാനൊരു രസമാണ്, അല്ലേ വേണ്ട, ആ വിഷയം ഒരു പുസ്തകം ഇറക്കിയ കഥയാണ്. അത് ഇനിയിപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ പ്രസിദ്ധീകരണ സമിതിയൊക്കെ പറയേണ്ടി വരും. അത് പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊരു വിഷയം. അതേസമയം ഇപ്പോൾ കാണുന്ന ട്രെൻഡ്, സർവീസിലിരിക്കുന്നവരും പ്രത്യേകിച്ച് പ്രശാന്ത് IAS, അതുപോലെ ഡോക്ടർ B അശോക്, ഇപ്പോൾ ജസ്റ്റ് സർവീസിൽ നിന്ന് ഇറങ്ങിയ ബിജു പ്രഭാകർ IAS, ഇവരെല്ലാം ആഞ്ഞടിക്കുകയാണ്. നമ്മളെ കൊള്ളയടിക്കുമ്പോൾ എന്ന പുസ്തകം എഴുതിക്കൊണ്ട് ബിജു പ്രഭാകർ രംഗത്ത് വരുന്നു. അശോക് പുസ്തകം എഴുതിയിട്ടില്ല, എന്നാൽ വലിയ തീവട്ടിക്കൊള്ളയാണ് കിഫ്ബിയിലും അല്ലാതെയൊക്കെ നടക്കുന്നതെന്നും മാഫിയ തലവനാണ് KM എബ്രഹാം എന്നും ആ നിലയിലേക്കുള്ള വലിയ ടാഗ് ലൈനുകൾ വരുന്ന വീഡിയോസ് എല്ലാം കൊടുത്ത് ഇന്നലെ മറ്റൊരു രസകരമായ കാര്യം കൂടെ നടന്നു. നമ്മുടെ സ്മൃതി പരുത്തിക്കാടുമായി, റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാടുമായി നന്നായിട്ടൊന്ന് കൊരുത്തു. അതിൽ സ്മൃതി സാധാരണയാണെങ്കിൽ ഈ വന്നിരിക്കുന്ന പാനലിസ്റ്റിനെ അടിച്ചു കിടത്തുന്നതാണ്. ആങ്കർമാർക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടല്ലോ. പക്ഷേ ഇന്നലെ സ്മൃതി കത്തുന്നതാണ് കണ്ടത്. അത് പഞ്ഞിക്കിടും പോലെ സ്മൃതിയെ ഇന്നലെ പഞ്ഞിക്കിട്ട അശോക് ഇറങ്ങി പൊക്കോണം, എൻ്റെ ഓഫീസിൽ നിന്ന് ക്യാമറയും കുന്തവും കുടച്ചോക്കറൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ അവിടെ നിർത്തി പൊക്കോണം, നിങ്ങൾ ആരാ എന്നെ വിധിക്കാൻ, എന്നെ സൃഷ്ടിച്ച് എൻ്റെ അച്ഛനും അമ്മയും വിചാരിച്ചിട്ട് എന്നെ തിരുത്താൻ പറ്റിയില്ല. ഞാൻ ശരി ചെയ്യുമ്പോൾ ശരിയാണ് ചെയ്യുന്നത്, എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ശരി ചെയ്യും. പിന്നെയല്ലേ നിങ്ങൾ എൻ്റെ തല വെട്ടിക്കളയോ, മിസ്റ്റർ വനിത നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിച്ച് ഇന്നലെ ഒന്ന് ഷൗട്ട് ചെയ്ത് നല്ല ഒരു വേറൊരു മോഡിലേക്ക് ഡോക്ടർ B അശോക് മാറുന്ന കണ്ടു. അപ്പോൾ ഇവരും ഒന്ന് പതഞ്ഞു പോയി, അല്ലെങ്കിൽ ഒന്ന് അമങ്ങിപ്പോയി. എന്താണ് ചെയ്യണമെന്നറിയാതെ ഞാൻ അടുത്ത ആളിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലും വിട്ടില്ല അശോക്. അവിടെയും ഒരു ബഹളമൊക്കെ നടന്നു. അപ്പോൾ എന്തായാലും പ്രശാന്ത് പുസ്തകം എഴുതി. പ്രശാന്ത് വിവരാവകാശവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് എഴുതിയത്. ഇനി അശോകിൻ്റെ പുസ്തകം വരുന്നുണ്ടോ നമുക്കറിയില്ല. എന്തായാലും ഞാനിത് വീഡിയോ ചെയ്യാൻ കാരണം, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അണ്ണാ ഹസാരെ കേരളത്തിൽ, അതായത് 2000-2002 വർഷങ്ങളിൽ അണ്ണാ ഹസാരെ കേരളത്തിൽ വന്നിരുന്നു 2-3 പരിപാടിക്ക്. അപ്പോൾ അതിൽ 2 പരിപാടിക്ക് അണ്ണാ ഹസാരെ വരുന്നതിൽ എനിക്കുമായി ബന്ധപ്പെട്ട, ഞാനന്ന് പ്ലാനിങ്ങിൻ്റെ വെസ്റ്റേൺ ഗട്ട് സെല്ലിൽ പ്രവർത്തിക്കുന്ന കാലമാണ്. അപ്പോൾ അണ്ണാ ഹസാരെ ആമച്ചൽ നീർത്തട പരിപാടിക്ക് വേണ്ടി, കാട്ടാക്കടയുടെ പരിപാടിക്ക് വേണ്ടി, അല്ലാതെ വേറെ 1-2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവുമായി ഞാൻ തിരുവനന്തപുരത്ത് വെള്ളനാട് മിത്രാനികേതനിലെ വിശ്വനാഥ് സാറിന്, ഈ മരിച്ചുപോയ അദ്ദേഹത്തിന് ഈ അണ്ണാ ഹസാരെയായിട്ട് ബന്ധമുണ്ട്, ഈ ഗ്രാമവികസന രംഗത്തുള്ള ബന്ധം. അങ്ങനെ അണ്ണാ ഹസാരെ
കാണണമെന്ന് പറഞ്ഞു, വിശ്വനാഥ് സാറിനെ കാണണമെന്ന് പറഞ്ഞു. ഞാനാണ് അണ്ണാസാരയുടെ കൂടെ കാറിൽ വിശ്വനാഥ് സാറിൻ്റെ അടുത്ത് പോവുകയും അവിടെ വെച്ച് ഭക്ഷണം കഴിക്കുകയും വിശ്വനാഥൻ സാർ എന്ന് പറഞ്ഞാൽ അണ്ണനാണല്ലോ അവിടെ, അണ്ണനുമായിട്ട് ഭക്ഷണം കഴിക്കുകയും കുടിലിൽ വെച്ച്, അവിടെ കുടിലിലാണ് താമസിക്കുന്നത്, വെച്ച് അവിടെ ഭക്ഷണമൊക്കെ കഴിക്കുകയും ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ പോകുന്ന യാത്രയിലും തിരിച്ചു വരുന്ന യാത്രയിലും അന്ന് അരവിന്ദ് കെജ്രിവാളൊക്കെ അണ്ണാ ഹസാരെ ബെൽറ്റിൽ നിൽക്കുന്ന സമയമാണ്. അണ്ണാ ഹസാരെ എന്നോട് ചോദിച്ചു, വൈ ഡോണ്ട് മിസ്റ്റർ ബോസ് വൈ ഡോണ്ട് സ്റ്റാർട്ട് എ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് ഇൻ കേരളത്തിൽ കറപ്ഷൻ ഉണ്ടല്ലോ, അത് എന്തുകൊണ്ട് ഒരു ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് അന്ന് വിവരാവകാശ നിയമം പോലും വന്നിട്ടില്ല, എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ, നിങ്ങൾ ആഫ്റ്റർ യു ആർ എ യങ് ഗായ് എന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണല്ലോ, 20-22 വർഷം മുമ്പുള്ള കാര്യമാണ്, 26 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ സോറി കേരളത്തിൽ അതിന് സ്കോപ്പില്ല, നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി കക്കൂല് കൊടുക്കുമെങ്കിൽ അന്ന് ഈ ഓൺലൈൻ പരിപാടിയൊന്നുമില്ല, ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാം ഓൺലൈനാണ്, അതുകൊണ്ട് ഇന്നിപ്പോൾ കക്കൂലുടെയൊക്കെ കാര്യം വളരെ കുറവാണ്. പക്ഷേ അന്ന് എല്ലാം മാനുവലായിരുന്ന സമയത്ത് കക്കൂല് കൊടുത്ത് കാര്യം നടത്തുകയാണെങ്കിൽ കൊടുക്കുന്ന ആളിന് സന്തോഷം, വാങ്ങുന്ന ആളിന് സന്തോഷം. ഇലക്ട്രിസിറ്റി ബോർഡിൽ കണക്ഷൻ കിട്ടാൻ കാശ് കൊടുത്താൽ പെട്ടെന്ന് കിട്ടുമെങ്കിൽ കൊടുക്കുന്ന ആളിനും വാങ്ങുന്ന ആളിനും സന്തോഷം. RT ഓഫീസിൽ പോയാൽ പെട്ടെന്ന് കാര്യം നടക്കുമെങ്കിൽ പൈസ കൊടുക്കുന്നവനും. അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ കറപ്ഷൻ അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു സമൂഹമാണ്. പിന്നെ വൻകിട പ്രോജക്റ്റുകളൊന്നും അന്ന് വന്നിട്ടുമില്ല, നാഷണൽ ഹൈവേ ഇല്ല, KRL പോലെ വൻകിട പദ്ധതികളുമില്ല. അതുകൊണ്ട് ഞങ്ങളൊരു പാവപ്പെട്ട സംസ്ഥാനമാണ്, ഇവിടെ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റിനൊന്നും സ്കോപ്പില്ല എന്ന് പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിലൊക്കെ വരികയും ആ സമയത്തും കെജ്രിവാളിൻ്റെ ടീമൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുകയും നമുക്ക് ഇതൊക്കെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ കേരളത്തിൽ അതിനൊരു സ്കോപ്പ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നത് വളരെ വലിയ സ്കോപ്പാണ് കേരളത്തിലുള്ളത്. IASകാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. 2 IAS അകത്തു നിന്ന് പോരാടുന്നു, പുറത്തിറങ്ങിയ IASകാർ പുറത്തു നിന്ന് പോരാടുന്നു. അങ്ങനെ IAS ഇടങ്ങളിൽ ഹാലിളക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും സീനിയറായിട്ടുള്ള കുറേ IASകാരും ജൂനിയറായിട്ടുള്ള കുറച്ച് ചേട്ടന്മാരും കൺഫേർഡായിട്ടുള്ള കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും വിനയത്തോടു കൂടി നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കാൻ പറയുന്ന മുമ്പേ കിടക്കും എന്നുള്ള നിലയിൽ വളരെ മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് IASകാരുടെ ഇടയിൽ വ്യാപകമായ പരാതിയുണ്ട്. KM എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ കോക്കസ് തന്നെ പ്രവർത്തിച്ചിരുന്നതായിട്ടാണ് പറയുന്നത്. അതും റിട്ടയർ ആയ ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പിടുന്ന ജോലി ഒഴിച്ച് ഒന്നും ചെയ്യാൻ മുഖ്യമന്ത്രി സമ്മതിക്കാതെ ബാക്കി മുഴുവൻ ചുറ്റും നിന്ന് തീയിട്ടുകൊണ്ടിരുന്ന ഒരു ലോബി ഉണ്ടായിരുന്നുവെന്നും ആ ലോബികളാണ് ഈ മുഴുവൻ പ്രവർത്തനങ്ങളെ കേരളത്തിൽ നിയന്ത്രിച്ചതെന്നും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു KM എബ്രഹാം എന്നും അദ്ദേഹത്തെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ വരുന്നു. കിഫ്ബിയുടെ കൊള്ള പുറത്ത് വരുന്നു, മസാല ബോണ്ടിൻ്റെ കൊള്ള പുറത്ത് വരുന്നു, കൺസ്ട്രക്ഷൻ വർക്ക് മേഖലയിലെ കൊള്ളകൾ പുറത്ത് വരുന്നു, PWയുടെ കൊള്ള പുറത്ത് വരുന്നു, ഇലക്ട്രിസിറ്റി ബോർഡിലെ കൊള്ള പുറത്ത് വരുന്നു. അങ്ങനെ ഓരോ മേഖലയിലെയും കൊള്ളകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. IASകാർ ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഒരു അശോകനിലോ ഒരു പ്രശാന്തിലോ ബിജു പ്രഭാതിലോ നിൽക്കുമോ, അതോ ഈ കൊടുങ്കാറ്റ് കേരളത്തിൻ്റെ ശുദ്ധീകരണത്തിനുള്ള, ഈ രാജ്യത്തിൻ്റെ ശുദ്ധീകരണത്തിനുള്ള വലിയൊരു മൂവ്മെൻറ്റായി മാറുമോ എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ളവരുടെ കൗതുകം.